ഹായ് ഗൈസ്, ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് കാണൂലേ? അതിൽ റിയൽ ആയിട്ടുള്ളത് ഉണ്ടാവും, അതേപോലെ ഫേക്ക് ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത്, അതായത് ഞങ്ങളുടെ ഈ ഒരു ചെറിയ ലോങ് വീഡിയോയില് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. അപ്പോ വെൽക്കം ടു സംസാരം 4.0. നമ്മുടെ ലൈഫിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ് എന്ത്? ഫ്രണ്ട്ഷിപ്പ് അല്ലെ? ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് നമ്മളെ കൂടെ നിന്ന് എല്ലാത്തിനും സഹകരിക്കണ നല്ല ഫ്രണ്ട്സുകളും ഉണ്ട്, ഒപ്പം നിന്ന് കുണ്ടു ചാടിക്കണ ഫ്രണ്ട്സുകളും ഉണ്ട്. എനിക്ക് എന്നാലും ഈ ഫേക്ക് ഫ്രണ്ട്സിനോടാണ് കുറച്ചും കൂടി റെസ്പെക്ട് ഉള്ളത്. കാരണം നമ്മളെ കുഴി ചാടിക്കാൻ അവരെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. റിലാക്സ് ഗൈസ്, ഇന്നിപ്പോ നമ്മള് ആർക്കും ക്ലാസ് എടുക്കാൻ വന്നൊന്നുമല്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള നമ്മുടെ അനുഭവങ്ങൾ, ആരാണ് ട്രൂ അല്ലെങ്കിൽ ആരാണ് ഫേക്ക്, ഇതൊക്കെ തിരിച്ചറിയാനുള്ള വഴികളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യണത്. ഓക്കെ, ഈ ഒരു ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇല്ലേ? അതെന്താന്ന് വെച്ചാല് നീഡ് ബേസ്ഡ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. അത് പറഞ്ഞ കറക്റ്റ് ആണ്. ഓർക്ക് ഓരോ ആവശ്യം കണ്ട് കഴിയുന്നത് വരേക്കും ഒരു ഫോൺ വിളിക്കും, സംസാരിക്കും, പിന്നെ അതുപോലെ തന്നെ മെസ്സേജ് അയക്കും. അതൊക്കെ ഒരു പ്രത്യേക തരം പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവളായിട്ട് യാതൊരു കോണ്ടാക്ട് നമ്മളായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ ഒന്നാണ് ബാക്ക് സ്റ്റെപ്പിങ്. അതായത് നമ്മളെ മുന്നിലേക്ക് ഭയങ്കര സ്നേഹിക്കാനും, പക്ഷെ നമ്മളെ ഒരു നിമിഷം അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോട് നമ്മളെ പറ്റി ഗോസിപ്പ് പറയും. അതിനൊരു പെർഫെക്റ്റ് ഇതിനേക്കാളൊക്കെ വലിയൊരു ടൈപ്പ് ഉണ്ട്, സെലക്റ്റീവ് ഹാപ്പിനെസ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഉന്നതിയിലൊക്കെ എത്തുമ്പോൾ ഒരു മുഖത്തൊരു സന്തോഷം ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാവും. പക്ഷെ അത് വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു സന്തോഷമായിക്കാരും. പക്ഷെ ഒരു കാര്യണ്ട്, നമ്മളെ ജീവിതത്തിൽ ഇടക്കൊക്കെ ഒന്ന് ഉടായ്പ് ഫ്രണ്ട്സുകൾ വരുന്നത് നല്ലതാണ്. അതെന്താ അങ്ങനെ? അതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ചാല് ഇത്ര ആൾക്കാർ നമ്മളെ ഇടയ്ക്ക് കയറിയാലേ നമുക്ക് അതുവരെ ഉണ്ടായി നമ്മളെ ഡീപ്പായിട്ട് കഴിഞ്ഞ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഓരോ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സത്യാണ്. അത് സംഭവം എന്താ വെച്ചാല് നമ്മളെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളും ചെറുതാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഒരു ചെറുപ്പകാലത്ത് നമുക്കൊരു 30-40 ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവും. പക്ഷെ നമ്മള് അത് കാലക്രമേണ അത് 3, 4 അല്ലെങ്കിൽ 5 അത് കൂടുതലൊന്നും കൂടാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ക്വാളിറ്റി മാറ്റർ ആണ്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല. നമ്മുടെ സൗഹൃദങ്ങളിലെ ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി നോക്കാന് തുടങ്ങണടുത്താണ് മെച്യൂരിറ്റി വരുന്നത്. പക്ഷെ അപ്പോൾ നമ്മളെ കൂടെ ഒരു റിയൽ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുകൾ കൂടെ കാണുമല്ലോ, അത് എങ്ങനെയായിരിക്കാരോ? ഈ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിവസവും സംസാരിക്കണം എന്നില്ല. അവര് എപ്പോഴും നമ്മളെ കാണുകയാണെങ്കിലും ആ ഒരു പഴയ കെമിസ്ട്രി ഉണ്ടായാൽ മതി. അതാണ് റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ട്രൂ ഫ്രണ്ട് അതാണ്. ആ ഒരു കെമിസ്ട്രി കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം ആൾക്കാര്. അതുപോലെ നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മളെ വഴക്ക് പറയാനൊന്നും ഒരു മടി കാണില്ല. നേരെ മറിച്ച് നമ്മുടെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിൽ അവർ നമ്മളെ താങ്ങി പറയുന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എടാ നീ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറയുന്നത് അതാണ് ഒരു നല്ലൊരു ഫ്രണ്ട് എന്നുള്ളത്. അല്ല നമ്മൾ ഒരുപാട് എല്ലാ കാര്യത്തിലും വേണ്ടതിനും വേണ്ടാത്തിനും ഒക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിലിപ്പോ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ജഡ്ജ്മെന്റ്ലെസ് ആണ്. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു തേങ്ങാക്കൊല ഓർമ്മയില്ല, എന്തെങ്കിലും എവിടെയും വെച്ചാൽ അത് ഓർമ്മയില്ല, കാശിന്റെ കണക്ക് ചോദിച്ചാൽ അത് ഓർമ്മയില്ല, കണ്ണും കണ്ടൂടെ ചെവിടും കേട്ടു വന്നു ഒരു ഉണ്ണാക്കിനും കൊള്ളാതായിട്ടുണ്ട്. ഒരു ഉണ്ണാക്കൻ മതി, ഇത് മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജഡ്ജ്മെന്റ്ലെസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് തെറ്റ് കാണിച്ചാലും നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫേക്ക് ചിരിയോ അല്ലെങ്കിൽ സംസാരമോ അങ്ങനത്തെ ഒരു ആവശ്യവും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിലും കാണും ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, നിങ്ങൾക്കുള്ള ഇപ്പത്തെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇത്തരം ഫ്രണ്ട്സുകളെ ധൈര്യമായിട്ട് മാറ്റി നിർത്തുക. ഒരു ടോക്സിക് എൻവിറോൺമെന്റ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ട്രൂ ഫ്രണ്ടിനെ ടാഗ് ചെയ്യൂ. മറ്റൊരു നല്ല ടോപ്പിക്കുമായി സംസാരം 4.0 അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.